അഫാന്റെ കൊലപാതകത്തിന് അല്ലെങ്കിൽ ആ ക്രൂരതയ്ക്ക് ഇരയായത് അഫാന്റെ പിതാവിന്റെ സഹോദരനും ഭാര്യയും ഉണ്ടായിരുന്നു. ലത്തീഫും ഷാഹിദയും അവരുടെ വീട്ടിൽ നിന്ന് രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, എന്താണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്? അവരും വല്ലാത്തൊരു നടുക്കത്തിലും നൊമ്പരത്തിലുമൊക്കെയാണ്. ഇന്നലത്തെ പ്രതികരണങ്ങളിൽ തന്നെ നമ്മൾ മനസ്സിലായതാണ്. അങ്ങോട്ടേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? രാവിലെ തന്നെ അന്വേഷണ നടപടികളും പരിശോധനയ്ക്കുമൊക്കെയായി. അതേ, അക്ഷരാർത്ഥത്തിൽ ആ നടുക്കവും ആ ഭീതിയും തന്നെയായിരുന്നു നാട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. കാരണം ഈ ലത്തീഫുമായി ബന്ധപ്പെട്ട് അവർക്ക് മറ്റു കാര്യങ്ങൾ അറിയില്ലായിരുന്നു. സജീവമായി നാട്ടിൽ ഇടപെടുന്ന വ്യക്തി, ഒപ്പം കൃത്യമായ ചിട്ടയുണ്ടായിരുന്ന വ്യക്തിയാണ്. CRPF-ലെ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് വിരമിച്ച ശേഷം രാവിലെ പ്രഭാതത്തിൽ ഈ കാണുന്ന വഴിയിലൂടെ തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ വരെ നടക്കാൻ പോകും. ശേഷം വീട്ടിലേക്കെത്തും. ഒപ്പം നാട്ടുകാര്യങ്ങളിലും വൈകുന്നേരങ്ങളിൽ പതിവായി മുടങ്ങാതെ തന്നെ പള്ളിയിലെത്തി പറയുന്ന ചടങ്ങുകളിൽ, നമസ്കാര ചടങ്ങുകളിലൊക്കെ ഒത്തുചേരുകയും അവിടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് 2 പെൺമക്കളാണ് ലത്തീഫിനും ഷാഹിദയ്ക്കുമുള്ളത്. അപ്പോൾ അവർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 പേരും ഇപ്പോൾ കല്യാണം കഴിച്ചു പോയതിൻ്റെ ഭാഗമായി ലത്തീഫും ഷാഹിദയും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ പെൺമക്കളുമായി, ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വിവരം അത് പെൺമക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിവരമായിരുന്നു നാട്ടുകാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് സഹോദരങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഈ പ്രതിയായ സഹോദരൻ്റെ മകൻ അഫാനെ പറ്റിയോ ഒന്നും അത്രമാത്രം വിവരങ്ങളില്ലായിരുന്നു. പോലീസുകാർ ഇന്നലെ മുതൽ ഇവിടെ തുടരുകയാണ്. കാരണം 2 മൃതശരീരങ്ങളും വീടിനുള്ളിലാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അഫാൻ രണ്ടാമത് എത്തുമ്പോൾ, അതായത് പാങ്ങോട് നിന്ന് പിന്നീട് രണ്ടാമത് ഇവിടെ എത്തുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് അഫാന്റെ പിതാവിൻ്റെ സഹോദരൻ ലത്തീഫും ഭാര്യ ഷാഹിദയുമാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നേരെ കാണാൻ കഴിയുന്നത്, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വീട് കാണാം, വീടിൻ്റെ കതക് കാണാം. ആ കതകിനപ്പുറത്തേക്ക് നേരെ കാണുന്നത് സ്വീകരണ മുറിയിലെ സോഫയാണ്. ആ സോഫയിൽ മൃതദേഹം, അതായത് ലത്തീഫിൻ്റെ മൃതദേഹം മരിച്ച നിലയിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലാണ് ഇന്ന് കണ്ടെത്തിയത്. അതായത് ഇത്തരത്തിൽ പരിചയമുള്ള ഒരാൾ എത്തുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഒരു ആരംഭം ഉണ്ടാകുന്നു, മറ്റ് ബലപ്രയോഗങ്ങളില്ല എന്നുള്ള ഒരു സൂചനയാണ് ആ ഘട്ടത്തിലൊക്കെ റൂറൽ SP ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പറഞ്ഞത്. തൊട്ടു പിന്നിൽ അടുക്കള ഭാഗത്തേക്ക് ഷാഹിദയുടെ മൃതദേഹം കിടപ്പുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞത് അത്തരത്തിൽ ഷാഹിദയുടെ മൃതദേഹത്തിൻ്റെ വായിൽ തുണി തിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അതായത് അഫാനെ പരിചയമുണ്ട്. അഫാന്റെ മൂത്താപ്പയാണ്, അതായത് പിതാവിൻ്റെ സഹോദരനാണ്. അത്തരത്തിൽ സംസാരിക്കാനായി ഉള്ളിലേക്ക് കയറുമ്പോൾ ഇദ്ദേഹം സോഫയിലിരിക്കുകയാണ്. ലത്തീഫ് എന്നയാൾ സോഫയിലിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ അടുക്കളയിലാണ് ഷാഹിദയുള്ളത്. അതായത് അത്തരത്തിൽ ഈ പറയുന്നത് പോലെ അവിടെ നിന്നെത്തിയ ശേഷം ഈ ചുറ്റിക കൊണ്ടുള്ള അടി കൊണ്ട് തൽക്ഷണം മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെങ്കിലും മറ്റെന്തെങ്കിലും ആയുധം ഉണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും ആക്രമണ രീതി ഈ തരത്തിൽ ഇവിടെ ചെയ്തോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുണ്ട്. എന്തായാലും ഇന്നലെ മുതൽ പോലീസുകാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. കാരണം 2 മൃതശരീരങ്ങളും ഇന്നലെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പോസ്റ്റ്മോർട്ടം ഇന്ന് മാത്രമേ സാധ്യമാകുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഉള്ളിൽ പ്രവേശിച്ച ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ ആരംഭിക്കും. ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അഫാനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ പറ്റി നാട്ടുകാർക്കറിയില്ല. ഏറ്റവും വിചിത്രം, ലത്തീഫിൻ്റെ മരുമകൻ ഇന്നലെ സംസാരിച്ചപ്പോൾ കുടുംബത്തിൽ, അതായത് ലത്തീഫിൻ്റെ സഹോദരൻ്റെ മകനെ പറ്റി അല്ലെങ്കിൽ സഹോദരനെ പറ്റി, ആ കുടുംബത്തെ പറ്റിയൊന്നും വലുതായി സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വിശാലമായൊരു ബന്ധം അവരുണ്ടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്നലെ നമ്മോട് നാട്ടുകാരൻ പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട വിവരം, കടബാധ്യതയെന്ന് ആദ്യഘട്ടത്തിൽ പറയുമ്പോഴും പ്രണയത്തിൻ്റെ ഒരു ഭാഗം, അതായത് പ്രണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എതിർപ്പാണോ ഇതിലേക്ക് നയിച്ചത് എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ നാട്ടുകാരൻ പറഞ്ഞത്, ഇന്നലെ ലത്തീഫ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നു, ഫർസാന എന്ന പേരുള്ള പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക്, അതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയത്തിന് ലത്തീഫ് ഇവിടെ നിന്ന് പേരുമലയിലെ വീട്ടിലേക്ക് പോയിരുന്നു എന്ന് ബന്ധുവായ നാട്ടുകാരനും ഇന്നലെ രാത്രി സൂചിപ്പിച്ചിരുന്നു. അതായത് പിതാവ് വിദേശത്താണ്. അപ്പോൾ കാര്യങ്ങൾ തീരുമാനമെടുക്കാം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാമെന്ന തരത്തിൽ ലത്തീഫാണ് വീട്ടിലേക്ക് പോയി അത്തരത്തിൽ എതിർപ്പ് ഉന്നയിച്ചു എന്ന തരത്തിലും നാട്ടിലേക്ക് എത്തുന്നതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ?
നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. നിലവിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകളിൽ മുന്നിട്ട് നിന്നത് അല്ലെങ്കിൽ അതിന് അഭിപ്രായങ്ങൾ പറഞ്ഞു വിട്ടത് ലത്തീഫ് തന്നെയാണ്. കാരണം പിതാവിന്റെ ജ്യേഷ്ഠനാണ്. അതായത് തിരികെ വരാം. പോലീസിന്റെ അന്വേഷണം അത് കൃത്യമായി നടക്കുന്നു. ഇനി മറ്റു നടപടികളിലേക്ക്, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടന്ന ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്കൊക്കെ വിട്ടു നൽകാൻ കഴിയുക. അതിനിടയിൽ എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് പോയത്, എന്തൊക്കെയാണ് ആ കാര്യങ്ങളിലേക്ക് നയിച്ചത് എന്ന വിശദമായ പരിശോധനകളും അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.